നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മൂന്ന് നാലെടുത്തുനിന്ന് ഇതുപോലെ അഡ്വാൻസ് കിട്ടിയത് നന്നായല്ലേ സീതമ്മേ? അതെ, ഇനിയിപ്പോ സ്വർണം പണയം വെച്ച ആ കാശുകൂടി ചേർക്കാം, ഫീസ് അടയ്ക്കാനുള്ളതായല്ലോ. അതെ അതെ, ആ ദാമോദര കൈമളുടെ അടുത്ത് പണയം വെച്ചത് ഭാഗ്യമായി. പലിശ ഇത്തിരി കൂടുതലാണെങ്കിലും ഗ്രാമിന് മറ്റുള്ള ഫിനാൻസ് കമ്പനിക്കാർ തരുന്നതിനേക്കാൾ 1000 രൂപ വെച്ചല്ലേ കൂടുതൽ തന്നത്. ഇപ്പം ഇവരീ പറഞ്ഞ ദാമോദര കൈമളുടെ കാര്യമല്ലേ ഭവാനിയമ്മയും പറഞ്ഞത്? അപ്പോ അയാളുടെ ഏരിയയിൽ എവിടെയോ ആണ് ഇവരുടെ താമസം. ആ വീട്ടിൽ ചെന്ന് കൂടുതൽ അന്വേഷിക്കാം. സത്യമാണോ വേലയ്യ നീ പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 100% സത്യമാണ് ഭവാനിയമ്മേ. കോട്ടയ്ക്കൽ ഭഗവതിയാണ് സത്യം. രാധയെ ഞാൻ ഈ 2 കണ്ണുകൊണ്ടും കണ്ടതാ. ഞാൻ ആദ്യം കരുതിയത് സുഭദ്ര കുഞ്ഞ് പുതിയ വേഷം ധരിച്ചു വരുന്നെന്നാ. പിന്നീട് ആലോചിച്ചപ്പോഴാ മനസ്സിലായത് അത് രാധകുഞ്ഞായിരിക്കുമെന്ന്. ഇതെന്തൊരു അതിശയമായിരിക്കുന്നു വേലയ്യ. മേഘ നിന്നെ ഈ വീട്ടിൽ നിറക്കി വിടാനും ഞാൻ നിന്നെ കൈമളുടെ വീട്ടിലേക്ക് പറഞ്ഞയക്കാനും കൃത്യമായി രാധ അവിടെ വരാനും എനിക്കെന്തോ അത്ഭുതം തോന്നുന്നു ഇതൊക്കെ കാണുമ്പോ. അതെ, വലിയ അതിശയം തന്നെയായിരുന്നു ഭവാനിയമ്മേ. സത്യം പറഞ്ഞ ആദ്യം എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റിയില്ല. എത്രയോ കാലമായി മേഘൻ സാറ് ഇവിടെയെല്ലാം അന്വേഷിച്ച് നടക്കുന്നതാ. ലോകം മുഴുവൻ ഉഴുതു മറിക്കുകയല്ലേ. എന്നിട്ടും ആ രാധ നമ്മുടെ മൂക്കിന് കീഴിക്കൂടെയാ നടക്കുന്നത്. സത്യം പറഞ്ഞ ഞാനിത് വന്ന് പറഞ്ഞ കൊച്ചമ്മ വിശ്വസിക്കുമെന്നായിരുന്നു എന്റെ പേടി. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഇതൊരു നിമിത്തമാണെന്നാ. അതാ മേഘന്റെ വലയിൽ കുടുങ്ങേണ്ട സ്രാവ് നമ്മുടെ ചൂണ്ടയിൽ വന്ന് കുടുങ്ങിയത്. എന്തായാലും നമുക്കിത് എത്രയും പെട്ടെന്ന് മേഘൻ സാറിനെ അറിയിക്കണം. അതാ ഞാൻ ഓടി ഇങ്ങോട്ട് വന്നത്. ഞാനും ഭവാനിയമ്മയും ഒരുമിച്ച് ചേർന്ന് രാധയെ സാറിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയാണെന്നല്ലേ പറയുന്നത്. ഇക്കാര്യം നമ്മൾ പറഞ്ഞ സാറിന് നമ്മളോടുള്ള മതിപ്പ് കൂടുമല്ലോ എന്ന് കരുതി. ഏതോ കള്ളത്തരം മേഘൻ സാറിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണല്ലോ രണ്ടിന്റെയും പ്ലാൻ. ഓ, എന്താണ് നോക്കാം. ഭവാനിയമ്മ തന്നെ സാറിനോട് കാര്യം പറഞ്ഞാട്ടെ. നിക്ക് വേലയ്യ, ഇങ്ങനെ എടുത്തു ചാടി തീരുമാനം എടുക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും വിഡ്ഢികളുടെ ലക്ഷണം. മേഘൻ തലയും കുത്തി നിന്നിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത രാധ നിന്റെ മുമ്പിൽ വന്ന് ചാടിയെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? രാധ ഇവന്റെ മുമ്പ് ചെന്ന് ചാടിയെന്നോ? അത് വെറുതെ. രാധയുടെ കാര്യത്തിൽ എന്തു വേണമെന്ന് നമ്മളാണ് തീരുമാനമെടുക്കേണ്ടത്. അതാണ് ഈശ്വര നിശ്ചയം. നമ്മളിപ്പോ എന്ത് തീരുമാനം എടുക്കാനാ ഭവാനിയമ്മേ? മേഘൻ സാറല്ലേ രാധയെ വേണമെന്ന് സദാസമയവും ജപിച്ച് ഭ്രാന്തിളകി നടക്കുന്നത്. അതെ, അവന് ഭ്രാന്ത് തന്നെയാ. പക്ഷേ അത് കുറയ്ക്കാനുള്ള മരുന്ന് രാധയെ കണ്ടുപിടിച്ച് അവനെ ഏൽപ്പിച്ചു കൊടുക്കാന്നുള്ളതല്ല. അങ്ങനെ ചെയ്താ ഇനി ഒരിക്കലും മേഘനെ പഴയ മേഘനായി നമുക്ക് തിരിച്ചു കിട്ടില്ല. അവൻ രാധയുടെ കാൽക്കീഴിൽ ചുരുണ്ടു കിടക്കുന്ന വാലാട്ടിയായിട്ട് മാറും. അവള് പറഞ്ഞാൽ എന്തുമനുസരിക്കുന്ന പെറ്റമ്മയായ എന്നെ പോലും തള്ളിക്കളയാനോ ഇല്ലാതാക്കാനോ മടിക്കാത്തവൻ. അതുകൊണ്ട് എന്ത് വേണമെന്നാണ് ഭവാനിയമ്മ പറയുന്നത്? തൽക്കാലം മേഘൻ നമ്മുടെ നാവിന്ന് രാധയെക്കുറിച്ചൊന്നും അറിയണ്ട. എന്നാൽ നമ്മൾ രാധയെക്കുറിച്ച് എല്ലാം അന്വേഷിക്കുകയും കണ്ടെത്തുകയും ചെയ്യണം. പക്ഷെ നമുക്കെന്തിനാ രാധയെ കൊല്ലാൻ? ആരുമറിയാതെ ഒരു നരബലി. ഒരു രാജാവിന്റെ കഥ തന്നെ പറയാം. ആ രാജാവ് വാണ ദേശത്ത് സന്തോഷവും സമാധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു രാജാക്കന്മാരെ പോലെ യുദ്ധം ചെയ്യാനോ വേട്ടയ്ക്കു പോകാനോ ജനങ്ങളെ കൊള്ളയടിച്ച് ഖജനാവില് നികുതിപ്പണം നിറയ്ക്കാനോ ഈ രാജാവിന് അശേഷം താല്പര്യമില്ലായിരുന്നു.
സാഹോദര്യമായിരുന്നു രാജാവിന്റെ മതം. പ്രജകളുടെ ഐശ്വര്യവും സമാധാനവുമായിരുന്നു ഏക ലക്ഷ്യവും. പക്ഷേ എന്താ അമ്മേ, ആ നല്ലവനായ രാജാവിന് പിന്നെന്ത് പറ്റി? രാജകുമാരിക്ക് വരനെ തിരഞ്ഞെടുത്തപ്പോ മാത്രം ആ രാജാവിന് തെറ്റുപറ്റിപ്പോയി. രാജവെമ്പാലേക്കാൾ വിഷമുള്ള ഒരു ഘോര സർപ്പമായിരുന്നു രാജകുമാരനായി വേഷം കെട്ടി വന്ന് രാജകുമാരിയെ വരിച്ചത്. അവന്റെ ചതിയിൽ ആദ്യം രാജാവ് കൊല്ലപ്പെട്ടു. പിന്നാലെ ആ രാജകുമാരിയും. അയ്യോ, ഈ കഥ കൊള്ളില്ലല്ലോ. അതെന്താ? നല്ല കഥയാണെങ്കിൽ രാജാവ് ജയിക്കണം. ആ ചീത്ത രാജകുമാരനെ കൊല്ലണമായിരുന്നു രാജാവ്. ജീവിതം അങ്ങനെയൊക്കെ ആച്ചു. നല്ല മനുഷ്യര് എപ്പോഴും ജയിക്കണമെന്നില്ല. ഇത് കൂടെ കഴിക്കേ. വേണ്ട, കഴിക്കില്ല. പൊട്ട കഥയും പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേ? അച്ചു, അച്ചുടാ, ദേ അച്ചു, നിക്കട അവിടെ. കള്ളന്മാരൊക്കെ വെള്ളം മുണ്ടുകൊടുത്തോണ്ട് ഇറങ്ങിയിരിക്കുകയാണല്ലോ. കലികാലം തന്നെ. ഇവന്റെ തലക്കിട്ടൊന്നും കൊടുക്കണമെങ്കിൽ ഏണി ചാരി വെച്ച് കയറണമല്ലോ ഭഗവാന്. ഷോ വീട്ടിന്റെ ഫ്രണ്ട് ഒളിച്ചു നോക്കുന്ന ഞാനൊരു വഴിപോക്കനാ. വഴിപോക്കനാ? എന്തിനാ ഒളിഞ്ഞു നോക്കുന്നത്? ഞാനൊരു കുഴപ്പത്തിന് വന്നതല്ല. കള്ളനല്ലടാ. പതിക്ക് നിന്ന് ആരും ഇല്ലെന്ന് കാണുമ്പോ ഓട്ടിക്കല്ലടാ നിന്റെ പണി. എന്നെ വിടാൻ വിടാനല്ലേ പറഞ്ഞു. നിന്നെ ഇന്ന് ഞാൻ എന്നെ വിട്. ആരാത്? ആരാത്? അയ്യോ! ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.